നമസ്കാരം, ഞാൻ ഷീബ. പ്രധാന വാർത്തകൾ. റംസാൻ ഓണാഘോഷങ്ങളെ ആശങ്കയിലാക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിലവർദ്ധനവ്. സബ്സിഡി നിരക്ക് വൻതോതിൽ വെട്ടിക്കുറച്ചു. വിലവർദ്ധനവ് 32% വരെ. കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഘടകകക്ഷികളുടെ മേൽ കെട്ടിവെക്കേണ്ടെന്ന കെ എം മാണി. മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും അംഗീകരിച്ചെന്ന് പി സി ജോർജ്. ഘടകകക്ഷികളുടെ നിലപാടിൽ രാഷ്ട്രീയ മര്യാദയില്ലെന്ന് ഐ ഗ്രൂപ്പ്. സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിൽ ഗവർണർ ഇടപെടണമെന്ന എൻസിപി. സർക്കാർ ചീഫ് മന്ത്രിമാരെ കള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമെന്ന് സിപിഐ. എൽഡിഎഫിന്റെ രാപകൽ സമരം അന്ത്യഘട്ടത്തിലേക്ക്. വാർത്തകൾ വിശദമായി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സബ്സിഡി നൽകി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില കുത്തനെ ഉയർത്തിയത് റംസാൻ ഓണക്കാലത്ത് ഉപഭോക്താക്കളെ കഷ്ടത്തിലാക്കും. പൊതുവിപണിയിലെ സാധനങ്ങളുടെ വില ഇനിയും വർദ്ധിക്കാൻ ഇത് കാരണമാകും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സബ്സിഡി സാധനങ്ങളുടെ വില ഉയർത്തിയത് ജനങ്ങൾക്ക് തിരിച്ചടിയായി. റംസാൻ ഓണക്കാലത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയത് പൊതുവിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകും. ആവശ്യ സാധനങ്ങൾക്ക് 32% വരെയാണ് വില ഉയർന്നിരിക്കുന്നത്. ആഗസ്റ്റ് 1 മുതലാണ് കുടുംബ ബഡ്ജറ്റുകളെ പാടെ തകർക്കുന്ന തീരുമാനം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടപ്പിലാക്കിയത്. മുളകിന് 22%, വൻപയറിന് 32%, മല്ലിക്ക് 30% വില കൂടിയിട്ടുണ്ട്. 49 രൂപയായിരുന്ന ചെറുപയറിന് 55 രൂപയും 26 രൂപ 50 പൈസ ആയിരുന്ന വെള്ള വൻപയറിന് 35 രൂപയും 45 രൂപ ആയിരുന്ന മുളകിന് 55 രൂപയുമായി വില വർദ്ധിച്ചു. ഉഴുന്ന് ബോളിന് 36 രൂപയിൽ നിന്നും 42 രൂപയായും കടലയ്ക്ക് 43 നിന്നും 45 രൂപയായും തുവരപ്പരിപ്പിന് 34 നിന്നും 35 രൂപയായും മല്ലിക്ക് 46 നിന്നും 60 രൂപയായും വില കൂടി. 16 രൂപയായിരുന്ന മട്ട അരിയുടെ വില 21 രൂപയായി. മാവേലി പച്ചരി 16 നിന്നും 21 രൂപയായി വർദ്ധിച്ചു. പഞ്ചസാരയുടെ വില 26 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സബ്സിഡി വിഭാഗത്തിൽപ്പെട്ടിരുന്ന ജീരകം, ഉലുവ, പീസ് പരിപ്പ്, കടുക് തുടങ്ങിയ ഇനങ്ങളുടെ സബ്സിഡി 7 മാസം മുൻപേ എടുത്തു കളഞ്ഞിരുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ വഴി പൊതുവിപണിയിൽ ഫലപ്രദമായി സർക്കാർ ഇടപെടുമ്പോൾ മാത്രമാണ് വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിരുന്നത്. സബ്സിഡിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് പൊതുജനങ്ങൾ പ്രധാനമായും മാവേലി സ്റ്റോറുകളെ ആശ്രയിക്കുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പുതിയ തീരുമാനത്തോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില റംസാൻ ഓണക്കാലത്ത് കുതിച്ചുയരുമെന്ന് ഉറപ്പാണ്. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ന്യൂസ് ബ്യൂറോ, മണർകാട്. യുഡിഎഫിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോൺഗ്രസിനുണ്ടായ പരാജയത്തിന്റെ ഉത്തരവാദിത്തം മറ്റ് ഘടകകക്ഷികളുടെ മേൽ കെട്ടിവെക്കേണ്ടെന്ന് ധനകാര്യമന്ത്രി കെ എം മാണി. ഉപമുഖ്യമന്ത്രി പദം ചന്തയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതല്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഘടകകക്ഷികൾ ഇടപെടില്ല. ഘടകകക്ഷികളെക്കുറിച്ചുള്ള എം എ ഹസന്റെ പരാമർശം നിർഭാഗ്യകരമെന്നും കെ എം മാണി പറഞ്ഞു. കോട്ടയത്ത് കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന നേതൃക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം ഘടകകക്ഷികൾക്ക് ഇല്ലെന്ന് ധനമന്ത്രി കെ എം മാണി പറഞ്ഞു. ഘടകകക്ഷികളുടെ സഹകരണമില്ലായ്മ മൂലമാണ് പ്രതിച്ഛായ ചർച്ച വഴിമുട്ടിയതെന്ന എം എം ഹസന്റെ പ്രസ്താവന നിർഭാഗ്യകരമാണ്. കോൺഗ്രസിന്റെ സംഘടനാ പുനഃസംഘടനാ ചർച്ചയാണ് ഡൽഹിയിൽ നടന്നത്. ആ സംഘടനാ പുനഃസംഘടന എന്ന് പറയുന്നത് അവരുടെ ആഭ്യന്തര ചർച്ചയാണ്, ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ ആര് വരട്ടെ, ആര് എന്നുള്ള നമുക്ക് പ്രസക്തമല്ല. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് അവർ പുനഃസംഘടിപ്പിക്കട്ടെ. അതിൽ ഘടകകക്ഷികളുടെ കാര്യം എന്താ? ഘടകകക്ഷികൾക്ക് എന്താ പ്രസക്തിയിരിക്കുന്നത്? അപ്പൊ ഘടകകക്ഷികളുടെ സഹകരണം ഇല്ലായ്മയാണ് അവിടെ പ്രതിച്ഛായ ചർച്ച വഴിമുട്ടിപ്പോകാൻ ഇടയായത് എന്നുള്ള ഹസന്റെ പ്രസ്താവന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാര്യങ്ങൾ വ്യവസ്ഥാപിതമായ രീതിയിൽ നടക്കണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെട്ടത്. യുഡിഎഫിലെ ഒരു കാര്യത്തിനും ഘടകകക്ഷികൾ തടസ്സമുണ്ടാക്കുന്നില്ല. കോൺഗ്രസിന്റെ പരാജയം മറ്റ് ഘടകകക്ഷികളുടെ മേൽ ചുമത്തുകയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ചന്തയിൽ നിന്നും കിട്ടുന്നതല്ലെന്നും കെ എം മാണി കൂട്ടിച്ചേർത്തു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണല്ലോ. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അതിന് ചില നടപടികളില്ലേ? ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് UDFിൽ അങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നാദ്യമേ UDFിൽ ഒരു ചർച്ച, ആ UDFിൽ തീരുമാനമെടുക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ചർച്ച, അതൊക്കെ സാധാരണ നടപടിക്രമങ്ങളല്ലേ. അത് ഞങ്ങളാരും എന്തെങ്കിലും എതിരുണ്ടോല്ലോ? ഒരു കാര്യത്തിന് എതിരില്ലല്ലോ. പ്രശ്നങ്ങൾ രമ്യമായി തീർക്കണമെന്നും വിവാദങ്ങൾ മന്ത്രിസഭയുടെ ശോഭ കെടുത്താൻ പാടില്ലെന്നും കെ എം മാണി അഭിപ്രായപ്പെട്ടു. കോട്ടയത്ത് നടന്ന കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എം സംസ്ഥാന നേതൃക്യാമ്പിൽ മന്ത്രി PJ ജോസഫ്, എംപിമാരായ ജോസ് കെ മാണി, ജോയ് എബ്രഹാം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തന്റെ വിമർശനങ്ങൾ യുഡിഎഫിന്റെ നന്മയ്ക്കെന്ന് ഗവൺമെന്റ് ചീഫ് പി സി ജോർജ് പറഞ്ഞു. സോളാർ പ്രശ്നം സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് സാധ്യമാവില്ലെന്ന തന്റെ അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡും അംഗീകരിച്ചു. പി സി ജോർജ് ഏതു മുന്നണിയിലാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന മന്ത്രി കെ സി ജോസഫിന്റെ വിമർശനത്തെ അദ്ദേഹം പുച്ഛിച്ചു തള്ളി.
KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ഐ ഗ്രൂപ്പ് പ്രവർത്തകർ കോട്ടയം നഗരത്തിൽ പ്രകടനം നടത്തി. നഗരം ചുറ്റി നടന്ന പ്രകടനം ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം KPCC സെക്രട്ടറി ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ച ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിച്ച് വിലപേശൽ നടത്തിയത് രാഷ്ട്രീയ മര്യാദയായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. VK അനിൽകുമാർ, ബിജു കുന്നന്താനം, നന്ദിയോട് ബഷീർ, ടോം കോര, TC റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ഘടകകക്ഷികളൊക്കെ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിന്റെ മറവിൽ വിലവേശി കൂടുതൽ സ്ഥാനങ്ങൾ കൈയടക്കാനുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്, എന്റെ മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ യാതൊരു വിലവേശലും നടത്താൻ പാർട്ടിയെ സ്നേഹിക്കുന്ന കേരളത്തിലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നുകൊണ്ടാണ് അദ്ദേഹം ഒരു തുറന്ന നിലപാടെടുത്തത് നമുക്കറിയാം. കേരളത്തിലെ ഭരണസ്തംഭനത്തിൽ ഗവർണർ ഇടപെടണമെന്ന് NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ആവശ്യപ്പെട്ടു. ആത്മാഭിമാനമുള്ള ഘടകകക്ഷികൾ UDF-ൽ നിന്നും പുറത്തുവരണം. പ്രതിച്ഛായ ചർച്ചയ്ക്കായി ഡൽഹിയിൽ പോയവരുടെ മുഖത്തിന്റെ ഛായ കൂടുതൽ വികൃതമായെന്നും ഉഴവൂർ വിജയൻ കോട്ടയത്ത് അഭിപ്രായപ്പെട്ടു. കോടികളുടെ അഴിമതി നടത്തി സാക്ഷര കേരളത്തിന് അപമാനം വരുത്തിവെച്ച മന്ത്രിമാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ഉഴവൂർ വിജയൻ പറഞ്ഞു. സരിതയുടെ മൊഴിയിൽ പേര് വരാതിരിക്കാൻ മന്ത്രിമാർ കോടികളുമായി നെട്ടോട്ടമോടി. മന്ത്രിസഭയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഡൽഹിയിൽ ചർച്ചയ്ക്കായി പോയവരുടെ മുഖം കൂടുതൽ വികൃതമായി. കേരളത്തിലെ കോൺഗ്രസിൽ സോണിയാഗാന്ധിയേക്കാൾ ശക്തി സരിത എസ് നായർക്കാണ്. അതുകൊണ്ട് UDF കൺവീനർ സ്ഥാനം സരിത എസ് നായർക്ക് നൽകണം. സംസ്ഥാനത്ത് ഭരണം സ്തംഭിച്ച സാഹചര്യത്തിൽ ഗവർണർ ഇടപെടണമെന്നും ഉഴവൂർ വിജയൻ ആവശ്യപ്പെട്ടു. ഇതൊരു വിചിത്രമായ രീതിയിൽ ഒരു അഴിമതിയാണ്. ഒരു സ്ത്രീയും അതോടൊപ്പം മറ്റു ചില സ്ത്രീകളും അതുപോലെ ചില പുരുഷന്മാരും എല്ലാം കൂടി ചേർന്ന് കേന്ദ്രവും സംസ്ഥാനവും എല്ലാം തലത്തിലുമുള്ള മന്ത്രിമാരുടെ ഐക്യത്തോടു കൂടി, അതാണ് വളരെ ഐക്യത്തോടു കൂടിയാണ് അവർ ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഗവർണർ ഈ കാര്യത്തിൽ ഇടപെടേണ്ട സമയമായിരിക്കുന്നു. NCP സംസ്ഥാന നിർവാഹക സമിതി അംഗം PK ആനന്ദക്കുട്ടൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു കപ്പക്കാല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് LDF-ന്റെ നേതൃത്വത്തിൽ 2 ആഴ്ചയോളമായി നടക്കുന്ന രാപകൽ സമരം അവസാന ഘട്ടത്തിലേക്ക്. കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ 11ാം ദിനത്തിലെ സമരം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് LDF നടത്തിവരുന്ന രാപകൽ സമരം അവസാന ഘട്ടത്തിലേക്ക്. സെക്രട്ടേറിയറ്റ് പടിക്കലും ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന സമരം 11ാം ദിവസത്തിലെത്തി. കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നടന്ന 11ാം ദിന സമരം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള ചരിത്രത്തിലെ നൂതന അധ്യായമാണ് രാപകൽ സമരമെന്ന് രാമചന്ദ്രൻ നായർ അഭിപ്രായപ്പെട്ടു. സർക്കാർ ചീഫ് വിപ്പ് മന്ത്രിമാരെ കള്ളന്മാരെന്നും കൊള്ളക്കാരെന്നും ആക്ഷേപിക്കുന്നത് നിയമസഭാ ചരിത്രത്തിലെ ആദ്യ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. പതിനൊന്നാം ദിന സമരത്തിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരാണ് പങ്കെടുത്തത്. ഷാജി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. KJ തോമസ്, VR ഭാസ്കരൻ, CK ശശിധരൻ, VN വാസവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി ടൌണിൽ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പോസ്റ്റുകൾ വാഹന കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു. ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്ന KSEB, BSNL പോസ്റ്റുകളും ഫുട്പാത്തിലെ അനധികൃത കടകളും നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുപ്പള്ളി കവലയിൽ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ പോസ്റ്റുകൾ അധികൃതരുടെ അവഗണനയുടെ അടയാളങ്ങളാണ്.
തുരുമ്പെടുത്ത് ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കേട്ട ഭാവം KSEB അധികൃതർക്കില്ല. BSNLന്റെ കണക്ഷനുകൾ കേബിൾ വഴിയാക്കിയെങ്കിലും അനാഥമായ അവസ്ഥയിൽ പോസ്റ്റുകൾ വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കി നിൽക്കുകയാണ്. റോഡിന്റെ വീതി കൂട്ടി ടാർ ചെയ്തെങ്കിലും KSEB BSNL പോസ്റ്റുകൾ സൈഡിലേക്ക് മാറ്റിയിടുവാൻ അധികൃതർ തയ്യാറാവാത്തതിനാൽ നാട്ടുകാർ അമർഷത്തിലാണ്. ഫുട്പാത്തിലെ അനധികൃത കച്ചവടവും ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കടകൾ മാറ്റുവാനും അധികൃതർ തയ്യാറാവുന്നില്ല. റോഡിലേക്ക് ഇറക്കി കടകളുടെ ഷീറ്റുകൾ ഇട്ടിരിക്കുന്നതിനെതിരെയും നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. PWD, KSEB, BSNL അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും വഴിയാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇവിടുത്തെ ടെലിഫോൺ പോസ്റ്റുകൾ എന്ന് പറയുന്നത് യാതൊരു ഉപയോഗമുള്ള ഒരു സാധനമല്ല. ഇന്ന് ടെലിഫോൺ കേബിളുകളെല്ലാം ഭൂമിക്ക് അടിയിലൂടെയാണ് പോകുന്നത്. ഈ സംവിധാനം ഉണ്ടായിട്ടും ഈ പോസ്റ്റുകൾ മാറ്റാൻ ഒരു സംവിധാനവും നമ്മുടെ ഭരണാധികാരികൾ കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയ അപകട ഭീഷണിയിലേക്കാണ് മാറുന്നത്. 2 ബസ്സുകൾ വന്നാൽ, 2 വലിയ വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ പോലുള്ള ഇടയില്ലാത്ത റോഡുകൾ നമ്മുടെ പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലുണ്ട്. പുതുപ്പള്ളി കവലയിൽ സ്ഥിരമായി ഇട്ടിരിക്കുന്ന പോലീസ് വാനും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതായി പരാതിയുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി കവലയിൽ ഡ്യൂട്ടിക്കിട്ടിരിക്കുന്ന ഇവരുടെ അവസ്ഥയും ഏറെ ദുരിതത്തിലാണ്. ന്യൂസ് ബ്യൂറോ, മണർകാട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് KK റോഡിന്റെ ഇരുവശത്തും പേവർ പാകിയത് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിന്റെ തന്നെ നിരപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഫുട്പാത്ത് അനധികൃത പാർക്കിംഗിന് മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ. നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് കോട്ടയം നഗരസഭാ പരിധിയിൽ ഫുട്പാത്തിൽ തറയോടുകൾ പാകിയത്. എന്നാൽ അപൂർണമായി പല ഭാഗത്തും പണികൾ അവശേഷിക്കുകയാണ്. ഈ പരിഷ്കാരം കാൽനട യാത്രക്കാർക്ക് ഏറെ അപകടമുണ്ടാക്കുന്നു. ഓട് പാകുന്നതിന് മുൻപ് ഫുട്പാത്തിൽ കൂടി അപകടം കൂടാതെ നടക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫുട്പാത്തിൽ കൂടിയും വാഹനങ്ങൾ കയറി ഓടുന്നതിനാൽ വഴിയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ടാർ റോഡിന്റെ അതേ നിരപ്പിൽ തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് റോഡിനിരുവശത്തും ഫുട്പാത്തിൽ ഓട് പാകിയിരിക്കുന്നത്. റോഡിനും ഫുട്പാത്തിനും ഒരേ നിരപ്പായതോടെ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ ഫുട്പാത്തിലൂടെ കയറിയാണ് പോകുന്നത്. ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നു. ഫുട്പാത്ത് റോഡായതോടെ അനധികൃത പാർക്കിംഗുകാർക്ക് ഏറെ ഗുണമായി. എവിടെ വേണമെങ്കിലും വാഹനങ്ങൾ ഫുട്പാത്തിൽ കയറ്റി നിർത്താം എന്ന സ്ഥിതിയാണ്. അധികൃതർ ഇതൊന്നും അറിയുന്നുമില്ല. തറയോട് പാകിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. എന്നാൽ പല ഭാഗത്ത് ബോർഡുകൾ ഇളകി തുടങ്ങിക്കഴിഞ്ഞു. ബോർഡുകൾ പാകിയ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിനെല്ലാം കാരണം. ലക്ഷങ്ങൾ മുടക്കി നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിൽ കമ്മീഷൻ മാത്രമായിരുന്നു അധികൃതരുടെ ലക്ഷ്യമെന്ന് ഈ നിർമ്മാണം കാണിക്കുന്നതായി നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. ഭാരതത്തിലെ ആദ്യ വിശുദ്ധയായ അൽഫോൺസാമയുടെ കുടമാളൂരിലെ ജന്മഗൃഹത്തിലേക്ക് പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി വിശ്വാസികളുടെ പ്രവാഹം. വിവിധ തീർത്ഥാടക സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഭൂമിയിലേക്ക് സഹസ്രങ്ങൾ ഒഴുകിയെത്തി. വിശുദ്ധ അൽഫോൺസാമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കുടമാളൂരിലേക്ക് ഭക്തർ പ്രാർത്ഥനകളുമായി എത്തി. രാവിലെ 7-ന് ആദ്യ തീർത്ഥാടക സംഘം ജന്മഗൃഹത്തിലേക്ക് പ്രവേശിച്ചതോടെ പ്രദേശം അക്ഷരാർത്ഥത്തിൽ വിശുദ്ധ ഭൂമിയായി. തീർത്ഥാടനത്തിന്റെ രജത ജൂബിലി വർഷത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 13 മേഖലകളിൽ നിന്ന് 10,000 അൽഫോൺസ ജന്മഗൃഹത്തിൽ സംഗമിച്ചു. രാവിലെ 7-ന് കുടമാളൂർ മേഖലയിൽ നിന്നും 9-ന് അതിരമ്പുഴ മേഖലയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി കുറുമ്പനാടം മേഖലയിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ് കുടമാളൂരിൽ എത്തിയത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരെ കൊണ്ട് പ്രദേശം നിറഞ്ഞിരുന്നു. ഫാദർ ജോസഫ് പുതുവീടന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സന്ദേശം നൽകി. വൈകിട്ട് ജന്മഗൃഹത്തിൽ അതിരൂപത ഡയറക്ടർ ജോബി കറുകപ്പറമ്പിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെ തീർത്ഥാടനം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.